വെൽക്കം ടു ദി ചാനൽ ദ ഹൗസ് ഓഫ് മാജിക്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇത് നിങ്ങൾ കാണാനായിട്ടുള്ളൊരു വീഡിയോ ആണ്. പാഷനേറ്റ് റൊമാൻറ്റിക് പ്രൊപ്പോസൽ ഓർ പെർസ്യൂട്ട്. അതായത് നിങ്ങളുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളോട് അത്രയും പാഷനും നിങ്ങളുടെ പ്രണയത്തോട് അത്രയും പാഷൻ തോന്നുന്നൊരു ഒരാളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ അത്രയും പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ലെങ്കിലും ഇനി മുതൽ അവർ നിങ്ങളെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് പോലെ, പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന പോലെയും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ലൈഫിൽ ഈ ജേണി മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെയും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആൻഡ് നിങ്ങളുടെ ഇഷ്ടങ്ങളെയൊക്കെ അവരും സ്നേഹിക്കും, നിങ്ങളുടെ സന്തോഷങ്ങളെയൊക്കെ അവരും സ്നേഹിക്കും. നിങ്ങളുടെ സന്തോഷത്തിനായി നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് അവർ അത്രയും മാക്സിമം ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടും. സോ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രത്തോളം ഇഷ്ടം തോന്നുന്നൊരു വ്യക്തിയായിട്ടായിരിക്കും അവർ നിങ്ങളെ കൊണ്ടു നടക്കുക. ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് മെച്യൂരിറ്റി ഇൻ ലവ്, എ പേഴ്സൺ ഹു ഈസ് കെയറിങ്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതായത് ഭയങ്കര റോളർ കോസ്റ്റർ പോലെ ഉള്ളൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു പാറ്റേൺ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന പല ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസിൽ നിന്നും ഇതൊരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരുന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു പ്രണയമായിരിക്കും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്കൊരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധമായിരിക്കും ഇത്. അതുപോലെ ആ ഒരു വ്യക്തി, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ അത്രയും കെയർ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. നോട്ട് ഓവർ കെയറിങ് ആയിട്ടുള്ളൊരു വ്യക്തി കൂടെ ആയിരിക്കുമെന്നാണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത്. അടുത്ത കാർഡ്, എ ന്യൂ ബിഗിനിങ് ഇൻ ലവ്, പോസിബിലി എ സോളിഡ് എൻഡ്യൂറിങ് റിലേഷൻഷിപ്പ്. യെസ്, ഞാൻ പറഞ്ഞതുപോലെ ഈ റിലേഷൻഷിപ്പ് ഒരു പാഷനും അതേപോലെ ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയും അതുപോലെ മെച്യൂരിറ്റിയും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ലവ് ആണ്. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രണയബന്ധമാണ്. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഇതുവരെ ഉള്ളൊരു കൈൻഡ് ഓഫ് ഫ്ലോയിലല്ല ഈ പ്രണയം ഇനി മുന്നോട്ട് പോവുക. ഇത് അതിൻ്റെ അത്രയും ഒരു ലോങ് ടേമിലേക്ക് പോകാനുള്ളതുപോലെ അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനി ഉണ്ടാവുന്നത്. അതേപോലെ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്കും അങ്ങനെയുള്ളൊരു ലോങ് ടേമിലേക്ക് ദീർഘകാലം ഉള്ളൊരു പ്രണയബന്ധമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരു പാഷനേറ്റ് ആയിട്ടുള്ള, മെച്യൂർഡ് ആയിട്ടുള്ള, അതേപോലെ ലോങ്ങിവിറ്റിയുള്ള, ഒരു ഷോർട്ട് ടേം ആയിട്ട് ഇല്ലാതാവുന്നൊരു പ്രണയമല്ല, ഒരു ലോങ് ടേമിലേക്കുള്ളൊരു ദൃഢമായിട്ടുള്ളൊരു ബന്ധമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ 2 വ്യക്തികളും കൂടെ എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഗോഡ് ബ്ലെസ് യു.